ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് റിവേഴ്സ് പോകാം. നിങ്ങൾ നോക്കുക, എൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നോക്കുക. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് എങ്ങനെ ഒരു വണ്ടി മിറർ മാത്രം നോക്കിക്കൊണ്ട് ക്ലിയർ ആയിട്ടൊരു വണ്ടി റിവേഴ്സ് എടുക്കാം. മിറർ നോക്കിക്കൊണ്ട് നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരാം. ഉദാഹരണം, ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ വണ്ടി ചേർത്ത് പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മിറർ നോക്കിക്കൊണ്ട് റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ട്രിക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം, അതായത് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ, ചെറിയ റോഡിൽ നമ്മൾ വണ്ടിയായിട്ട് ഡ്രൈവ് ചെയ്തു പോകേണ്ട സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടിയൊക്കെ വരുന്നു. രണ്ട് വണ്ടികൾക്ക് പോകാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് ഒതുക്കി കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് ബാക്ക് സൈഡിലേക്ക് റിവേഴ്സ് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മിറർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാം? ഒരു കാരണവശാലും നമുക്ക് തിരിഞ്ഞു നോക്കി ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറിന്റെ സൈഡിൽ വരുന്ന ഈ ഒരു മിററിന്റെ അഡ്ജസ്റ്റ്മെന്റും. കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്തെ മിററാണ്. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ആയിട്ട് കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോർ ഹാൻഡിൽ, ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിലും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സൈഡിലെ ഡോർ ഹാൻഡിലും, ഈ ഒരു വണ്ടിയുടെ ഡോർ ഹാൻഡിലും ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ ഏകദേശം ഒരു 0.25% ഈ ഒരു ലെവലിൽ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന ഒരു 0.25% നമുക്ക് സൈഡിലുള്ള ടാറിട്ട റോഡും സൈഡിലുള്ള ഈ കാണുന്ന പുല്ല്, അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു വൈറ്റ് ലൈൻ, അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാവുന്ന രീതിയിൽ വേണം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒപ്പം തന്നെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് ഒരു ക്ലിയർ വ്യൂ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ഡോർ ഹാൻഡിൽ, ഒപ്പം തന്നെ ബാക്ക് സൈഡിൽ കാണുന്ന ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഡോറിൻ്റെ ഹാൻഡിൽ, പിന്നെ ബാക്ക് സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ, ഈ ഒരു അളവിൽ കാണുന്ന ഒബ്ജക്റ്റുകളും ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കും, അതിനോടൊപ്പം തന്നെ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് നോക്കും. പുറകിൽ നിന്ന് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നുള്ള ഒരു ക്ലിയർ വ്യൂ നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ നോക്കും. ആദ്യം ഇവിടെ നോക്കും, അതിനുശേഷം സെന്റർ മിറർ നോക്കും, ഒപ്പം തന്നെ റൈറ്റ് സൈഡിലെ മിററും നോക്കിക്കൊണ്ട് ഇങ്ങനെ മാറി മാറി നോക്കി വേണം നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാകും. ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഞാനിത് കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ മിററാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് ആ ടാറിട്ട റോഡിന്റെ എൻഡ് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്ക് സൈഡിലേക്ക് പോകാം. നിങ്ങൾ ജസ്റ്റ് സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ഞാൻ ആക്സിലറേറ്റർ പെഡലേ വെക്കുന്നു, ജസ്റ്റ് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേ വണ്ടി ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് പതിയെ മൂവ് ആകുന്നുണ്ട്. മൂവ് ആകുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലെ മിറർ ഒന്ന് നോക്കുക, കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത് എന്ന് നോക്കുക. ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടുന്ന് ഇങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് ആ ടാറിട്ട റോഡും കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇതേ ആ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന വൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കും. ഇപ്പം ഞാനത് റോങ് ആയിട്ട് പോകുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എങ്ങനെ നേരെയാക്കാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഇതേ ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, ഒരു റൗണ്ട് തിരിച്ചു കൊടുക്കുന്നു, ജസ്റ്റ് ക്ലച്ച് എന്ന് അയക്കുന്നു, ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ എൻ്റെ വണ്ടി ഇതേ ആ റോഡിന്റെ നോക്കുക, ആ കോൺക്രീറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം കയറി. അപ്പൊ അതിനർത്ഥം നമ്മുടെ വണ്ടി ഇപ്പൊ ആ സൈഡിലേക്ക് കൂടുതൽ കയറുകയാണെന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് സ്റ്റിയറിംഗ്
ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഈ ഇടത്തെ സൈഡിൽ നിന്ന് മാറും. ഓക്കെ, ഇപ്പോൾ ഇത് വലത്തെ സൈഡിലേക്ക് ഞാൻ ഒരു റൗണ്ട് ഓടിച്ചു കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഇടത്തോട്ട് മാറിയിരിക്കുന്ന ബാക്ക് വലത്തെ സൈഡിലേക്ക് നേരെയാവും. നിങ്ങൾ നോക്കുക, ഞാനിതിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചേക്കുന്നു. അതിനുശേഷം ഞാനിത് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ഇതേ വണ്ടി ഇതേ നോക്കുക. ഇപ്പം നമുക്ക് ആ കോൺക്രീറ്റ് ഭാഗം കഴിഞ്ഞ് ഇത് ആ ടാറിട്ട റോഡ് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. അതിനുശേഷം അങ്ങോട്ട് കയറി എന്ന് തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. ദേ സ്റ്റിയറിംഗ് ഞാനിതേ ഒരു റൗണ്ട് നേരെയാക്കി കൊടുക്കുകയാണ്. പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാനിതേ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് വണ്ടി നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ്. ഒപ്പം നമ്മൾ ഇടയ്ക്ക് ഈ ഒരു മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നു. ഒപ്പം നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലൂടെ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ, ഇതേ നിങ്ങൾ നോക്കുക, ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ്. നമ്മൾ ജസ്റ്റ് നേരെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ നമ്മളിത് ഇങ്ങനെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ നോക്കുന്നു, വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആയിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമുക്ക് ആ ടാറിട്ട റോഡും കഴിഞ്ഞ് ഏകദേശം ഇത്തരത്തിലൊരു ഒരടിയെങ്കിലും സ്പേസ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരിക്കണം. അതായത് ആ ടാറിട്ട റോഡും കഴിഞ്ഞ് വണ്ടിയുടെ ആ ഡോറിൻ്റെ എൻഡ് ഭാഗം ഇത് ഇത്രയും മാറി നിൽക്കണം. അപ്പോൾ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് റിവേഴ്സ് പോകാം. നിങ്ങൾ നോക്കുക, എൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നോക്കുക. ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ആ റോഡിൻ്റെ എൻ്റെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. കുറച്ച് വണ്ടി ആ ഒരു സൈഡിലേക്കായിരുന്നു, അതുകൊണ്ട് സ്റ്റിയറിംഗ് ഞാനിത് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഒപ്പം സെൻറ്റർ മിറർ നോക്കുന്നു. നിങ്ങൾ നോക്കുക, നേരെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. കുറച്ച് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ദേ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു, റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഇടയ്ക്ക് സെൻറ്റർ മിറർ നോക്കുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മളിത് ഇത്രയും ചെറിയൊരു സ്പേസിൽ ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുത്ത് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വണ്ടി ഇച്ചിരി ചേർന്നു. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കുറച്ച് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് വണ്ടി കുറച്ചും കൂടെ പോകും. എന്നിട്ട് ഇത് ആ സൈഡ് മാറി ഇപ്പം നമുക്ക് നല്ല സ്പേസ് ആയി. അതിനുശേഷം സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു, വണ്ടി നേരെ റിവേഴ്സ് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കുന്നു, ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി നേരെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഒപ്പം നമ്മൾ ഇടയ്ക്ക് സെൻറ്റർ മിറർ നോക്കുക. ഇപ്പം നോക്കിക്കുക, ഇത്രയും ചെറിയൊരു സ്പേസിലാണ് നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചെറിയൊരു സ്പേസിലാണെങ്കിലും ഒരു വണ്ടി ഇത്തരത്തിൽ നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഞാനൊരു സ്ട്രെയിറ്റ് റോഡിൽ വണ്ടിയായിട്ട് നിൽക്കുകയാണ്. അതായത് എനിക്കിവിടുന്ന് വണ്ടി നേരെ റിവേഴ്സ് എടുത്ത് ബാക്ക് സൈഡിലേക്ക് പോകണം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു റോഡ് കാണാം. അങ്ങോട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് റിവേഴ്സ് കയറണം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് നമുക്ക് വണ്ടി തിരിച്ചെടുത്ത് മുന്നോട്ട് പോകണം. അതായത് ഇവിടുന്ന് തിരിഞ്ഞ് മുന്നോട്ട് പോകണം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട്. ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു, പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കുന്നു. സൈഡിൽ ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റുകളില്ല. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, സെൻറ്റർ മിറർ നോക്കിയിട്ട് ഞാനിത് ജസ്റ്റ് ക്ലച്ച് ചെയ്യാൻ അയക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ്, ടയർ നേരെയാണ്. ഇപ്പോൾ ഞാനിത് ലെഫ്റ്റ് സൈഡിലെ മിറർ പ്രോപ്പറായിട്ട് നോക്കുന്നു, കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. ഇങ്ങനെ നോക്കുന്നു. ഒപ്പം ഞാൻ സെൻറ്റർ മിററും കൂടെ ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ വരികയാണ്. ഇപ്പം നമുക്ക് തിരിയാനായിട്ട് ഉദ്ദേശിച്ച ആ റോഡിൻ്റെ ഏകദേശം ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ആ ഒരു തിരിവ് എനിക്കിത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. റോഡ് തിരിഞ്ഞു പോകുന്നത് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ എനിക്കത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഏകദേശം നമ്മുടെ വണ്ടി ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഡോറിൻ്റെ എൻഡ്, അതായത് സെക്കൻഡ് ഡോറിൻ്റെ എൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാം. ആ തിരിയുന്ന റോഡും കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പതുക്കെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ഞാനിത് ആ ഒരു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് പോകുന്നു. ഒപ്പം റൈറ്റ് സൈഡിലെ മിററും കൂടെ ഇങ്ങനെ നോക്കുന്നു. ഇപ്പോൾ ഇതേ നമ്മളിങ്ങനെ തിരിഞ്ഞ് ഇത് ബാക്ക് സൈഡിൽ കാണുന്ന ആ റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലെ മിററാണ്. ഒപ്പം സെൻറ്റർ മിററും കൂടെ നോക്കുക, പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തി, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു. ഇനി എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി നമുക്ക് മുന്നോട്ടെടുത്ത് പോകാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിത് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുത്തിട്ട് ഞാനിത് ഇങ്ങനെ തിരിഞ്ഞു കയറുകയാണ്, കണ്ടോ? അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ വണ്ടി റിവേഴ്സ് കുറച്ച് പോയിട്ട് ഇങ്ങനെയൊക്കെ തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പതിപോലെ തന്നെ ഗുണമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ ഇത്തരത്തിലുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് കണ്ടന്റാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും വീഡിയോകളായിട്ട് ചെയ്തിരുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.